എനിക്കറിയാവുന്ന ഒരു നേഴ്സുണ്ട്. കുടുംബത്തിൽ ഒരുപാട് കടബാധ്യതകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നേഴ്സുമാർ പൊതുവെ ചിന്തിക്കുന്നത് പഠനമെല്ലാം കഴിഞ്ഞ് OET എന്തെങ്കിലുമൊക്കെ എഴുതി പുറത്തു പോവുക. ഇവളുടെയും ആഗ്രഹം പുറത്തു പോകാനായിരുന്നു. ഇവൾക്ക് അങ്ങനെ പുറത്തു പോകാൻ അവസരം കിട്ടി. ഇവൾ അമേരിക്കയിൽ പോയി. ഒരുപാട് കടബാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെ തീർക്കാനാണ് ഇവൾ പോയിരുന്നത്. നല്ല കാര്യമാണ്, ഞാനതിലൊരു കുറ്റവും പറയും. പക്ഷെ ഇവൾ അമേരിക്കയിൽ ചെന്നു. 2 മാസത്തോളം ഏകദേശം കാത്തിരുന്നു. ഇവൾക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല. നന്നായി പ്രാർത്ഥിക്കുന്ന കൊച്ചാ. 2 മാസം കഴിഞ്ഞപ്പോൾ ഇവൾക്കൊരു ജോലി കിട്ടുക. മണിക്കൂറിൽ $40 നല്ല ശമ്പളമാണ്. പക്ഷെ ഒരു കണ്ടീഷൻ അവർക്കുണ്ടായിരുന്നു. മാസത്തിൽ 2 ഞായറാഴ്ച ജോലി ചെയ്യണം. ആ 2 ഞായറാഴ്ച സമയം ഇങ്ങനെയാണ്: രാവിലെ 7 തൊട്ട് വൈകുന്നേരം 6 വരെ. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന കാണുന്ന ആഗ്രഹമുള്ള ഒരു കൊച്ചാ. പക്ഷെ ഈ സമയക്രമീകരണം ഉള്ളത് കൊണ്ട് അവൾക്ക് വിശുദ്ധ കുർബാന കാണാൻ പറ്റില്ല. അപ്പൊ അവള് ഈ ഹോസ്പിറ്റൽ അധികാരികളോട് ചോദിച്ചു, ഈ ഞായറാഴ്ചത്തെ സമയക്രമീകരണം ഒന്ന് മാറ്റിത്തരാവോ? ഈ 7 തൊട്ട് 6 വരെ എന്നുള്ളത് ഒന്നെങ്കിൽ 8 തൊട്ട് 7 വരെയോ അതല്ലെങ്കിൽ രാവിലെ 6 തൊട്ട് വൈകുന്നേരം 5 വരെ ആക്കി തരാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, എന്തിനാ? ഞായറാഴ്ച രാവിലെ 7 മണിക്കൊരു കുർബാനയുണ്ട്, അതല്ലെങ്കിൽ വൈകുന്നേരം 6 മണിക്കൊരു കുർബാനയുണ്ട്. എനിക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം കാണാൻ പറ്റും. അപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് ഒരാൾക്ക് വേണ്ടി ഞങ്ങൾക്കിത് ക്രമീകരിക്കാൻ പറ്റില്ല, ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇവൾക്ക് ആകെ സങ്കടമായി. എന്ത് ചെയ്യും? ഇവള് വീട്ടിൽ വിളിച്ചു ഭർത്താവിനോട് കാര്യം പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നു നീ ചെയ്തോളാൻ പറഞ്ഞു. വീട്ടുകാരെ വിളിച്ചു. വീട്ടുകാരെ പറഞ്ഞു, നീ ആ ജോലി എടുക്കണം. കാരണം അറിയാലോ, നമുക്ക് ഒരുപാട് കടബാധ്യതയുണ്ട്. ദൈവം തന്ന ജോലി നീ തട്ടിക്കളയരുത്. പക്ഷെ ഇവള് പ്രാർത്ഥിച്ചു, ആലോചിച്ച് ഇവൾക്ക് മനസ്സിലായി ഈ ജോലി ഇവൾക്ക് വേണ്ട. കാരണം ഞായറാഴ്ച ദിവ്യബലി മാറ്റി വെച്ചുള്ള ഒരു ജോലി എനിക്ക് വേണ്ട. ഇവള് അവിടുത്തെ അധികാരികളോട് പറഞ്ഞു, എനിക്ക് ജോലി വേണ്ട, കാരണം എനിക്ക് ഞായറാഴ്ച കുർബാന കാണണം. അപ്പം അവർ പറഞ്ഞു, നിനക്ക് വട്ട, ഒരുപാട് പേര് ഈ ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്, ഇത്രയും നല്ല ശമ്പളം, മണ്ടത്തരം കാണിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ അവൾ പറഞ്ഞു, വേണ്ട. അങ്ങനെ അവൾക്ക് ആ ജോലി കിട്ടിയില്ല. പിന്നീടും 2-3 മാസം കാത്തിരിക്കുക വേറൊരു ജോലി. കുടുംബത്തിൽ നിന്ന് എന്തും വഴക്ക്. നിനക്ക് കിട്ടിയ ജോലി നീ കളഞ്ഞവള, അഹങ്കാരിയാണ് നീ, ദൈവം തന്നത് നീ തട്ടിത്തെറിപ്പിച്ചു. പക്ഷെ അവൾ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. 3 മാസം കഴിഞ്ഞപ്പം അടുത്തൊരു ഓഫർ അവൾക്ക് വന്നു. ആ ഓഫർ ഇതാ: മണിക്കൂറിന് $60. സമയം അവളുടെ സൗകര്യത്തിനുള്ള സമയക്രമീകരണം. ഞായറാഴ്ച ദിവ്യബലി അവൾക്ക് മുടക്കണ്ട. മാത്രവുമല്ല, അവളുടെ വീട്ടിൽ നിന്നും 2 മിനിറ്റ് നടന്നാൽ മതി ആ ഹോസ്പിറ്റലിൽ അവൾക്ക് എത്താം. ദൈവത്തിന് കൊടുക്കേണ്ട വില കൊടുത്തപ്പം ദൈവം അവളെ മാനിച്ചു. അവളുടെ കണ്ണ് തുറക്കപ്പെട്ടിരുന്നു. ആ ജോലി ദൈവം തന്നതല്ല എന്ന് മനസ്സിലാക്കാനുള്ള മാത്രം വിവേകം അവൾക്കുണ്ടായിരുന്നു. അവളുടെ കണ്ണ് തുറക്കപ്പെട്ടു. ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളിൽ ദൈവീകത മനസ്സിലാക്കാൻ അവൾക്ക് സാധിച്ചു.